ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്രിസ്റ്റൽ ഷെൽ. അപ്പം ഇന്ന് ഞാനൊരു സ്റ്റിക്കറാണ് ഉണ്ടാക്കും. ഞാൻ ഇതിൻ്റെ മുന്നേ സെലോ ടേപ്പ് വെച്ചിട്ട് ഒരു സ്റ്റിക്കർ ഉണ്ടാക്കിയിരുന്നു. ഇന്ന് സെലോ ടേപ്പ് ഇല്ലാതെ ഒരു സ്റ്റിക്കറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ കുറച്ച് പേപ്പറിൽ ചിത്രം വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ എത്രയാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഞാൻ ഇത് നല്ല കളർ എടുത്തിട്ടുണ്ട്, ഫോണിൽ കിട്ടായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ പ്രിൻ്റ് എടുക്കാം. ഇതിനി സ്റ്റിക്കറാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ ഒരു ഫെവിക്കോൾ എടുക്കുക. ഫെവിക്കോൾ തന്നെ വേണം, എത്രേൻ്റെ ആയാലും കുഴപ്പമില്ല. ഫെവിക്കോൾ എടുക്കുക. അതിന് ശേഷം അതിൻ്റെ ബാക്കിൽ നല്ലപോലെ തേച്ചെടുക്കണം. ഞാൻ ഫസ്റ്റ് തന്നെ ഈ ലെവലാണ് തേച്ചെടുക്കാം. തുറന്നിട്ടുണ്ട്. ഇത് കുറച്ച് തേച്ചാൽ മതി. എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം. ഇത് തേച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാകും, സോറി. അത് ടി വിൻ്റെ സൗണ്ടൊക്കെയാണ്. ടി വിൻ്റെ എൻ്റെ സിസ്റ്റർ. ഇത് തേച്ചിട്ട് നല്ലപോലെ ഇത് ഉണക്കുക. അതേപോലെ എല്ലാം ചെയ്തെടുക്കുക, ഉണക്കുക. ഇത് നല്ലപോലെ ഉണങ്ങണം. ഇതേ രീതിക്കുള്ള തെറ്റൊന്നും അങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഇതേ രീതി ഇതൊക്കെ പോക്കണം. ഇതിന് ഉണങ്ങിയിട്ട് കാണാം. ഉണങ്ങുക മാത്രമല്ല, അത് മാത്രമല്ല, ഇതെല്ലാം തേച്ചിട്ടും പിന്നെ ഇത് ഉണങ്ങിയിട്ടും കാണാൻ വെക്കാം. എല്ലാം ആയിട്ട് നമുക്ക് കാണാം. പിന്നെ ഇല്ല, ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വരച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പിക്ചർ ഏതാണ് കമൻറ്റ് ചെയ്യണം. ഇതിലാണെങ്കിൽ ഇതിൽ കമൻറ്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റിലുണ്ടാവും, പോസ്റ്റിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പം ഞാൻ തുടങ്ങാൻ വെച്ചിട്ടുണ്ട്. എല്ലാം തേച്ച് ഫാൻ്റെ ചോട്ടിൽ ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. ഞാനിതിപ്പം പശ തേച്ച് എല്ലാം വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പം ഫാൻ ഓണാക്കിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് ഉണങ്ങിയിട്ട് ഇനി കാണാൻ നമുക്ക്. ഇത് ഉണങ്ങാൻ കുറച്ച് സമയം പിടിക്കും. ഏതായാലും ഇത് ചിലപ്പം ഇത് പാട്ടായിട്ട് കണ്ടും അപ്പം ചിലപ്പോൾ 2 മിനിറ്റൊക്കെ മതി ഫാനിൻ്റെ ചോട്ടിൽ വെച്ചാൽ. ഞാൻ ഇപ്പോൾ ഫാനിൻ്റെ ചോട്ടിലാണ് വെച്ചത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഡൗട്ടുണ്ടാകും ചിലർക്കാണ്. അപ്പം ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് എപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ കൈമല ഒരു ഇച്ചിരി വെള്ളമൊക്കെ എന്നിട്ട് തമ്മിൽ ആക്കിയിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പം അത് റെഡിയാവും. ഇത് ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഷുവർ പറയുന്നത്. ഞാൻ ഇതേ രീതിക്ക് റെയിൻബോവും റെഡിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതേപോലെ ചെയ്യുക. ഇപ്പം ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ചേരുന്നു. ഇപ്പം ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ഒന്നും ഉണങ്ങിയിട്ടില്ല. ഉണങ്ങിയിട്ട് ഇനി വേറെ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. ഇതിലേതാ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതൊക്കെയാണ് ആകെ ഇപ്പോൾ തിരിയുന്നത് ഇതാണ് ലവാന്ന് മാത്രം. വേറൊന്നും എന്താണെന്ന് അധികം തിരിയലുണ്ട്. ഇതിന് നമ്മൾ റെഡ് ഫ്ലവർ എന്നാണ് കിട്ടിയത്. ഇത് റെഡ് റോസും, ഇത് സ്റ്റാറും, ഇത് റെയിൻബോ, ഇത് കപ്പ് കേക്ക്, ഇത് ബലൂണ്, ഇത് ഡയമണ്ട്, ഇത് യൂണിക്കോൺ. ഇതേ രീതിയിൽ നമുക്ക് കമൻറ്റ് ഇട്ടാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 2 കമൻറ്റ് ഇടാം. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണെന്നും കൂടി കമൻറ്റ് ചെയ്യണം. അപ്പം
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ കാണാം. ഓക്കെ ബൈ.